സജ്ജനങ്ങളെ, ശനീശ്വര ദോഷമകറ്റി ശനീശ്വര അനുഗ്രഹത്തിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഗ്രഹങ്ങളിൽ ഈശ്വര പദവി നേടിയ ഏക ഗ്രഹമാണ് ശനി. അതുകൊണ്ട് ശനിയെ ശനീശ്വരനെന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്നു. ഗ്രഹങ്ങളിൽ മനുഷ്യൻ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ശനിയെയാണ്. എന്നാൽ ശനിയെ ഉപാസിച്ചാൽ പൂർവജന്മ പാപഫലങ്ങൾക്കുള്ള ശിക്ഷ ലഘൂകരിച്ച് ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ സത്ഫലങ്ങൾ നേടാം. നീലവസ്ത്രം, നീലപുഷ്പാഹാരം, നീലമണി എന്നിവ അണിയുന്നവനും എള്ളു ചേർത്ത ഭക്ഷണം, എള്ളെണ്ണ, ദീപം എന്നിവയോട് പ്രിയമുള്ളവനുമാണ് ശനീശ്വരൻ. മകരം, കുംഭം രാശികളുടെ അധിപനാണ് ശനീശ്വരൻ. തുലാം രാശിയാണ് ശനിയുടെ ഉച്ചരാശി. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ നാഥൻ. ശനി ഭഗവാൻ അജിതൻ, ഛായാപുത്രൻ, മന്ദൻ, പങ്കുകാലൻ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ജീവികളിൽ ശരീരത്തിലെ ഞരമ്പാണ് ശനി. ശനിയുടെ പിടിയിൽ അകപ്പെട്ടവൻ ശനിയെ ശപിക്കുകയാണ് പതിവ്. ഈ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി ഗ്രഹ വഴിപാടുകളും നടത്തുന്നു. ആപൽക്കാരിയായി കരുതപ്പെടുന്ന ശനി ഒരാളുടെ ജാതകത്തിൽ ഉച്ചനായോ ആധിപത്യമുള്ളവനോ ആയി ശുഭഗ്രഹങ്ങളുമായി ചേർന്നോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നേടിയോ ശുഭ ആധിപത്യം നേടി ശുഭസ്ഥാനത്തിരിക്കുകയോ ചെയ്താൽ ആ ജാതകൻ ജീവിതത്തിൽ ഉന്നതിയുടെ കൊടുമുടിയിലായിരിക്കും. അതുകൊണ്ടാണ് ശനിയെപ്പോലെ എടുക്കുന്നവനുമില്ല കൊടുക്കുന്നവനുമില്ല എന്ന് പറയുന്നത്. ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ശനിയുടെ അനുഗ്രഹത്താൽ ദോഷങ്ങളിൽ നിന്ന് മുക്തിയും സത്ഫലങ്ങളും ഉണ്ടാവുന്നു. ജനനകാല ജാതകപ്രകാരമോ ചാരവശാലോ ശനിദേശമുള്ളവർ ഓം കാകധ്വജായ വിദ്മഹി ഖഡ്ഗഹസ്തായ ധീമഹി തന്നോ മന്ദപ്രചോദയാത് എന്ന മന്ത്രം സ്ഥിരമായി ഭജിച്ചാൽ ശുഭഫലം ലഭിക്കുമെന്നുറപ്പാണ്. കാക്കയെ കൊടിയടയാളമാക്കിയിട്ടുള്ളവനെ, കയ്യിൽ കമണ്ടലുവേന്തി നിൽക്കുന്നവനെ ശനീശ്വര, നിന്നെ ധ്യാനിക്കുന്നു. പതുക്കെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ നന്മയേകി രക്ഷിച്ച് അനുഗ്രഹിച്ചാലും. ഈ ശനീശ്വര ഗായത്രി മന്ത്രം ക്ഷേത്രങ്ങളിലെ നവഗ്രഹ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ 108 തവണ ജപിച്ചു പ്രാർത്ഥിച്ചാൽ ദീർഘായുസ്സും ഐശ്വര്യവും വർദ്ധിക്കുന്നതോടൊപ്പം എവിടെയും നേതൃത്വം വഹിക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കും. പല ഭാഷകളിൽ പാണ്ഡിത്യം നേടും. ശാസ്ത്രജ്ഞാനം വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള മാർഗം തെളിയും. കഠിനാധ്വാനികൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉന്നതിയുമുണ്ടാകും. കഠിനമായ ശനിദോഷത്തിലൂടെ കടന്നു പോകുന്നവർ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രമെടുക്കുവാനും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും ശ്രദ്ധിച്ചാൽ വളരെയധികം ശനിദോഷത്തിൽ നിന്നും മാറ്റങ്ങൾ സംഭവിക്കും. ഒരു മനുഷ്യൻ്റെ പൂർവ്വജന്മ ഫലസുഹൃതങ്ങളുടെ ആകത്തുകയാണ് ഈ ജന്മത്തിലെ ശനീശ്വരൻ നമുക്ക് ജാതകത്തിലൂടെ തരുന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു കിട്ടിയ ഈ മനുഷ്യജീവിതത്തിലും ഭഗവാനെ പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്ത് ശനീശ്വരാനുഗ്രഹം നേടി ജീവിത വിജയം നേടാം. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നന്മകൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളും കൂടെയുണ്ടാകും. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ പിന്തുടരുമല്ലോ.